ഗൈസ് അസ്സലാമു അലൈക്കും. ഓഫീസിൽ നിന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നാളെ ഇങ്ങോട്ടേക്ക് വരണോ വേണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ സാലറി കിട്ടും. അതാലോചിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. UAE എക്സ്പീരിയൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ ഈസിയാണ് കേട്ടോ. പക്ഷേ ചില കമ്പനീസ് ഉണ്ടാവും നമ്മുടെ സാലറിയും ഇൻസെൻറ്റീവ്സൊക്കെ ഒരു കാരണവും ഇല്ലാതെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എപ്പോഴും മാനേജർ അടുത്തോ അല്ലെങ്കിൽ HR അടുത്തോ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഓൺ ടൈം സാലറി ആണോ എന്നുള്ളത്. അത് മാത്രമായിരിക്കും ഒരു പുതിയ ജോബിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൺസേൺ. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ റെഫറൻസിലാണ് ജോബിന് പോകുന്നതെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ ചോദിച്ച് മേക്ക് ഷുവർ ചെയ്യും അവിടെ സാലറി ആൻഡ് ഇൻസെൻറ്റീവ്സ് ഓൺ ടൈം ആണെന്നുള്ളത്. UAE നമ്മൾ ജോലിയെടുക്കാൻ വരുന്നതിൻ്റെ ഒരേ ഒരു റീസൺ ശമ്പളം മാത്രമാണ് കേട്ടോ. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിൻ്റെ 3, 4, 5 മടങ്ങൊക്കെ സാലറി നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലും വലിയ വിഷമം വേറെ ഒന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ എൻ്റെ കമ്പനി ഓൺ ടൈം സാലറി ഓൺ ടൈം ഇൻസെൻറ്റീവ്സ് ഒക്കെ തരുന്ന കമ്പനി തന്നെയാണ്. പക്ഷേ അതേ സാലറീനെ ചൊല്ലിയിട്ട് ഇന്ന് ഞാനും എൻ്റെ മാനേജറും കൂടെ ചെറിയൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അറ്റ് ദ എൻഡ് ആർഗ്യുമെൻറ്റിൽ എനിക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിക്കാതെ ആ ടോപ്പിക്ക് വന്നപ്പം എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലാഹ് എന്തോ നല്ല കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് ഞാനപ്പോൾ ചിന്തിക്കുക കേട്ടോ. അത് വിചാരിക്കുമ്പോൾ പിന്നെ ഒരു സമാധാനം കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറേ ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ലഞ്ച് ബോക്സ് ലുലുവിൽ വെച്ച് മറന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് ആ ലഞ്ച് ബോക്സ് പോയി എടുത്തു. തിരിച്ചു വരുമ്പോൾ നല്ലോണം ലേറ്റ് ആയത് കാരണം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. നല്ല കാസർഗോഡ് കലത്തപ്പവും ബീഫ് പള്ളിക്കറിയും. അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഓവർകം ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ഓക്കെ ഗേൾസ്, ബൈ.